بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട മോനിങ്ങളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. അള്ളാഹു നാം ഏവരെയും ആഫിയത്തോടു കൂടി ജീവിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മൾ എല്ലാവരെയും, നമ്മളുടെ വേണ്ടപ്പെട്ട മാതാപിതാക്കൾ, കുടുംബാദികൾ എല്ലാവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നത്തെ വീഡിയോ 136 ഖസസ് സൂറത്തിൽ നിന്നുള്ള 26-ാമത്തെ ആയത്ത് മുതൽക്കാണ് ഇതിലെടുക്കുന്നത്. بسم الله الرحمن الرحيم قالت إحداهما يا أبت استأجره إن خير من استأجرت القوي الأمين قال إني أريد أن أنكحك إحدى ابنتي هاتين على أن تأجرني 8 حجج فإن أتممت 10 فمن عندك وما أريد أن أشق عليك ستجدني إن شاء الله من الصالحين. ഖസസ് സൂറത്തിലെ 26-ഉം 27-ഉം ആയത്തുകളാണ് ഞാൻ ഓതി വെച്ചത്. ഇതിൻ്റെ ഒറ്റവാക്ക് അർത്ഥവും ആശയവും പറയാം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യും. കാലത്ത് ഇഹ്ദാഹുമ, 2 പെൺമക്കളിൽ ഒരാൾ പറഞ്ഞു. ഷുഐബ് നബിക്ക് 2 പെൺകുട്ടികൾ. ആ 2 പെൺകുട്ടികളെ സംബന്ധിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ മാ ഖത്ബുക്കുമാ എന്ന് മൂസ നബി അലൈഹിസ്സലാം അവരോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ആവശ്യം, എന്താണ് പ്രശ്നം? കിണറിൻ്റെ അവിടെ ഒരുമിച്ച് കൂടിയ കൂട്ടത്തിൽ അവരുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ ആടുകൾക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി ആണ് ഇവിടെ കാത്തു നിൽക്കുകയാണ്. എല്ലാ ആട്ടിടയന്മാരും അവരുടെ ആടുകൾക്ക് വെള്ളം കൊടുത്തതിന് ശേഷം ലാസ്റ്റിലാണ് ഞങ്ങൾക്കുള്ള ഊഴം വരിക. അപ്പോഴാണ്, അതുവരെ ഞങ്ങൾ കാത്തു നിൽക്കുകയാണ്. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി ഞങ്ങളുടെ പിതാവാണെങ്കിൽ, പിതാവ് വളരെ വയസ്സായ ഒരാളാണ്, അദ്ദേഹത്തിന് കഴിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ടതാണ് എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ പിന്നെ അതിൽ അവർ പാടി ചെന്ന് പറഞ്ഞു, ഇങ്ങനെ മൂസ നബി അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. വെള്ളം വേഗത്തിൽ കിട്ടാവുന്ന നിലപാട് ചെയ്തു. അങ്ങനെ വെള്ളം കിട്ടി, ആടുകൾക്ക് കുടിപ്പിച്ചു. നേരത്തെ അവർ വീട്ടിൽ പോയി. അപ്പോൾ നേരത്തെ വന്ന് കണ്ടപ്പോൾ ഉപ്പ അന്വേഷിച്ചു. അപ്പോൾ വിവരങ്ങളൊക്കെ അവർ പറഞ്ഞു. അങ്ങനെ ഒരാൾ മൂസ നബിയുടെ അടുത്ത് വന്ന് പറയാണ്, ഞങ്ങളുടെ ഉപ്പ നിങ്ങളെ വിളിക്കുന്നുണ്ട്, നിങ്ങൾ ഞങ്ങൾക്ക് വെള്ളം തന്നതിന് പ്രതിഫലമായിട്ട് നിങ്ങൾക്ക് അതിനുള്ള ഒരു പാരിതോഷികം തരാൻ വേണ്ടി, അല്ലെങ്കിൽ അതിൻ്റെ പ്രതിഫലം തരാൻ വേണ്ടി നിങ്ങളെ ഞങ്ങളുടെ ഉപ്പ വിളിക്കുന്നുണ്ടായതുകൊണ്ട് നിങ്ങളതുവരെ ഒന്ന് വരണം എന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ പോയി. പിന്നെ ഷുഐബ് നബിയുമായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. മൂസ നബി അലൈഹിസ്സലാം ഇവിടെ വരാനുണ്ടായ സന്ദർഭം, പ്രവാചകനായിട്ടില്ല എന്നിട്ടോ, പ്രവാചകനായ വിധത്തിൽ ഞാൻ സംസാരിക്കുകയാണ്. മൂസ നബി കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ പിതാവ് പറഞ്ഞു, ഷുഐബ് നബി പറഞ്ഞു, പേടിക്കണ്ട, ഇവിടെ ഒരാളുടെയും അക്രമം ഇവിടെ ഏൽക്കേണ്ടി വരില്ല, സുഖമായിട്ട് ഇവിടെ ജീവിക്കാം എന്നുള്ള കാര്യം പറഞ്ഞു. എന്നിട്ട് അപ്പോൾ ഇവരുടെ ഈ സംഭാഷണത്തിൻ്റെ ഇടയ്ക്ക് ഒരാൾ പറയാണ്, കാലത്ത് ഇഹ്ദാഹുമാ യാ അബത്തി ഇസ്തഅ്ജിറുഹു ഇന്ന ഖൈറ മൻ ഇസ്തഅ്ജർതൽ ഖവിയ്യുൽ അമീൻ എന്നുള്ള കാര്യം ഈ 2 പെൺമക്കളിൽ ഒരാൾ പറയാണ്. അതാണ് ആ ആയത്ത് മുതൽക്കാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. കാലത്ത് ഇഹ്ദാഹുമാ, 2 പെൺമക്കളിൽ ഒരാൾ പറഞ്ഞു, യാ അബത്തി, ഉപ്പ,
ഇസ്തഅ്ജിറുഹു, അദ്ദേഹത്തെ നമ്മൾക്ക് ഇവിടെ ആടുകളെ നോക്കാൻ വേണ്ടി കൂലിക്കെടുക്കാം. കൂലി നിശ്ചയിച്ചിട്ട് അതങ്ങനെ ഇവിടെ പണിക്കെടുക്കാം. ഇന്ന ഖൈറ മനിസ്തഅ്ജർത, നിങ്ങൾ കൂലിക്കെടുക്കുന്ന ആളുകളിൽ വെച്ച് ഏറ്റവും ഖൈറായവർ ആരാണെന്ന് അറിയാമോ? അല്ലെങ്കിൽ ആരാണെന്ന്? അൽ ഖവിയ്യു അൽ അമീൻ, ശക്തനും വിശ്വസ്തനുമായ ആളാണ് ഏറ്റവും നല്ലത് കൂലിക്കെടുക്കാൻ. ഇവിടെയുള്ള ഇദ്ദേഹം ശക്തനും അമാനത്തുള്ള ആളുമാണ് എന്ന് പറഞ്ഞാൽ വിശ്വസ്തനുമാണ്. അപ്പോൾ ഇദ്ദേഹം അനുയോജ്യനായ ഒരു വ്യക്തിയാണ്, നമ്മൾക്ക് കൂലിക്ക് ഇദ്ദേഹത്തെ നിർത്താം. ഇത് കേട്ടപ്പോൾ ഷുഐബ് നബി ചോദിക്കുകയാണ്, വമ അഅലമക ബിഖുവ്വതിഹി വഅമാനതിഹി, നിനക്ക് എങ്ങനെ അറിയാം അദ്ദേഹത്തിൻ്റെ ശക്തിയും അമാനത്തും എങ്ങനെ അറിയാൻ പറ്റി എന്നുള്ളത് ചോദിച്ചപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, 10 ആൾക്ക് എടുത്താൽ നീക്കി വെക്കാൻ കഴിയുന്ന ഒരു പാറക്കല്ല് അദ്ദേഹം ഒറ്റയ്ക്ക് എടുത്തുകൊണ്ട് നീക്കി വെച്ചു. ഞങ്ങൾക്ക് വെള്ളം തരുന്നതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ കല്ലിനെ നീക്കം ചെയ്യേണ്ടി വന്നത്. അങ്ങ് 10 ആൾക്ക് എടുക്കാൻ കഴിയാത്ത കല്ലാണത്. 10 ആൾ കൂടിയാൽ എടുക്കാൻ കഴിയാത്ത കല്ലാണ്. ആ കല്ല് അദ്ദേഹം ഒറ്റയ്ക്ക് നീക്കി വെച്ചു. ഞങ്ങൾക്ക് വെള്ളം തരാനായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ആ കല്ല് പൊന്തിച്ചു, അത് നീക്കി വെച്ചു. അപ്പോൾ അത് ഭയങ്കര ശക്തിയുള്ള ആളല്ലേ. 8 ദിവസമായിട്ട് ഭക്ഷണമൊന്നും കഴിക്കാതെ വിഷമിച്ച് വന്നിരിക്കുകയാണ് അദ്ദേഹം. അപ്പോൾ വിഷമത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ, പടച്ചവനെ റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ, പടച്ചവനെ ഇപ്പോൾ എനിക്ക് എന്ത് ഖൈറായത് നീ ഇറക്കി തന്നാലും അതിന് ഞാൻ ആവശ്യമുള്ള ആളാണ്. അപ്പോൾ എന്ത് കാര്യമാണെങ്കിലും. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ മുഫസ്സിറുകൾ ഇതിന് വ്യാഖ്യാനം എടുത്തിട്ടുള്ളത് എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അദ്ദേഹം അപ്പോൾ ആവശ്യമുള്ളത് എന്തൊക്കെ? ഭക്ഷണം ആവശ്യമുണ്ട്. പിന്നെ അദ്ദേഹത്തിന് നിരാലംബനായിട്ടാണ് ഇവിടെ മദീനയിൽ എത്തിയിട്ടുള്ളത്. ഒരു ഭക്ഷണം കിട്ടണം, ഒരു താമസിക്കാൻ ഒരു ഇടം കിട്ടണം, ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ അദ്ദേഹത്തിന് നിർബന്ധമായിട്ടും ഈ 2 ആവശ്യമുണ്ട്. പിന്നെ ഒരു ജോലിയും കിട്ടിയ തിരക്കിടില്ല. അപ്പോൾ ജോലി കിട്ടുന്ന നിലക്കാണ് ഇപ്പോൾ ഈ പിന്നെ ഇദ്ദേഹത്തെ ജോലിക്ക് നമുക്ക് എടുക്കാം എന്നുള്ള സ്ത്രീ പറഞ്ഞത്. ഇതെല്ലാം സ്ത്രീ കേട്ടിട്ടാണ്, ഇദ്ദേഹത്തിൽ നിന്ന് കേട്ടിട്ടാണ് ഉപ്പാടെ എന്ന് പറഞ്ഞത്. പാവപ്പെട്ട മനുഷ്യൻ, തൊഴിലില്ല, ഭക്ഷണമില്ല, അങ്ങനത്തെ ഒരാളാണെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇദ്ദേഹത്തെ ജോലിക്ക് എടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ 10 ആൾ കൂടിയാൽ പൊന്തുന്ന കല്ല് ഇദ്ദേഹം ഒറ്റയ്ക്ക് എടുത്തു, അതുകൊണ്ട് ശക്തനാണ്. പിന്നെ ഞാൻ ഉപ്പ പറഞ്ഞിട്ട് ഉപ്പ വിളിക്കുന്നുണ്ട് നിങ്ങളെ, അതുകൊണ്ട് നിങ്ങൾക്ക് അതിന് പ്രതിഫലം തരാൻ വേണ്ടിയിട്ടാണ്, ഞങ്ങൾക്ക് വെള്ളം തന്നതിന് പ്രതിഫലം തരാൻ വേണ്ടിയിട്ടാണ് ഉപ്പ നിങ്ങളെ വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ ചെന്നു. വിവരം പറയുന്ന നേരത്ത് അദ്ദേഹം എൻ്റെ മുഖത്ത് നോക്കിയിട്ടില്ല. മുഖത്ത് നോക്കാതെ നേരെ താഴേക്കാണ് നോക്കിയത്. പിന്നെ അത് എൻ്റെ കൂടെ പോരുന്ന സമയത്ത്, ഉപ്പ വിളിക്കുന്നിടത്തേക്ക് പോരുമ്പോൾ അദ്ദേഹം ഞാൻ മുമ്പിൽ നടന്നിരുന്നു, പക്ഷേ എന്നോട് പിന്നിൽ നടക്കാൻ പറഞ്ഞു. എനിക്ക് വഴി പറഞ്ഞു തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് എന്നെ പിന്നിൽ നടത്തി. ഇത് ഈ സമയത്തിൻ്റെ ഇടയ്ക്ക് ഒരു നിലക്കും എൻ്റെ മുഖത്ത് അദ്ദേഹം നോക്കിയിട്ടില്ല. നോക്കുന്നത് പിന്നെ താഴത്തേക്കാവും, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ആള് വിശ്വസ്തനാണെന്ന് അതിൽ നിന്ന് മനസ്സിലായി. ഇതെല്ലാം കൂടി കേട്ടപ്പോൾ ഷുഐബ് നബിക്ക് ഒരു ആഗ്രഹം തോന്നി. ഇദ്ദേഹം എൻ്റെ മക്കൾക്ക് അനുയോജ്യമായ ഭർത്താവാണ്, ആക്കാം. അനുയോജ്യമായ ഒരു വിവാഹബന്ധത്തിന് ഇദ്ദേഹവുമായിട്ട് വിവാഹബന്ധം സ്ഥാപിക്കാനുള്ള ഒരു ആഗ്രഹം ജനിച്ചു അദ്ദേഹത്തിന്. ആ ആഗ്രഹം അനുസരിച്ച് അദ്ദേഹം പറയുകയാണെന്ന് കാല 27-ാമത്തെ ആയത്തിൽ കാല ഇന്നി ഉരീദു അൻ ഉൻകിഹക ഇഹ്ദ ബനത്തയ്യ ഹാതൈൻ അലാ തജുറനി സമാനിയ ഹജദ് ഫഇൻ അത്മംത അശ്റൻ ഫമൻ ഇൻദിക
വമാ ഉരീദു അൻ അശുഖ അലൈക സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാലിഹീൻ. കാല ശുഐബ് നബി പറഞ്ഞു, തീർച്ചയായും ഞാൻ ഉരീദു ഞാൻ ഉദ്ദേശിക്കുന്നു നുങ്കിഹക്ക നിനക്ക് വിവാഹം ചെയ്തു തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഉദ്ദേശിക്കുന്നു. യഹ്ദ ബിനത്തയ്യ എൻ്റെ രണ്ട് മക്കളിൽ ഒരാൾ, രണ്ട് പെൺമക്കളിൽ ഒരാള്. ഹാത്തൈനി ഈ പെൺമക്കൾ അവിടെ തന്നെ ഉള്ള പെൺമക്കൾ, ആ പെൺമക്കളെ ചൂണ്ടിയിട്ട് പറയാണ്, ഈ രണ്ട് പെൺമക്കളിൽ നിന്ന് ഒരാളെ നിനക്ക് വിവാഹം ചെയ്തു തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. അലാൻ തൈദുറിന് അതിനൊരു കണ്ടീഷനുണ്ട്. അലാൻ തൈദുറനി എൻ്റെ അടുത്ത് നീ ജോലി ചെയ്യണം. സമാനിയ ഹിജജിൽ 8 വർഷം, 8 വർഷം ജോലി ചെയ്യുക. ഫൈനത്തുമത്തെ അഷറ നീ 10 വർഷം പൂർത്തിയാക്കുകയാണെങ്കിൽ ഫമിൻ നന്ദിക്ക അത് നിന്റെ ഇഷ്ടമാണ്, അതിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല. അങ്ങനെ നിർബന്ധിച്ചുകൊണ്ട് നീ 10 വർഷം ജോലി ചെയ്യേണ്ട ആവശ്യമില്ല. ഫമിൻ നന്ദിക്ക അത് നിന്റെ ഇഷ്ടം പോലെ ചെയ്യാം. 10 തേക്കുകയാണെങ്കിൽ നിന്റെ ഇഷ്ടം. 8 വർഷം എന്തായാലും ജോലി ചെയ്യണം. അങ്ങനെ ജോലി ചെയ്താൽ ഞാൻ ഒരു മകളെ കല്യാണം കഴിച്ചു തരും. അപ്പോൾ ഇത് പിന്നെ പെൺകുട്ടികളുടെ ഉപ്പ അങ്ങനെ ഒരു ഓഫർ വെക്കല് നമ്മളുടെ നാട്ടാചാരം അനുസരിച്ച് അതില്ല. പക്ഷെ പഴയ കാലങ്ങളിൽ ഇങ്ങനെ പെൺകുട്ടികളുടെ ഔലിയാവ് അവരുടെ രക്ഷിതാക്കൾ ആയിരുന്നു കെട്ടന്വേഷിക്കല്, മക്കൾക്ക് കെട്ടന്വേഷിക്കല്, അന്വേഷിച്ചു പോവല്, ചെക്കനെ അന്വേഷിച്ചു പോവല് പെണ്ണിൻ്റെ ഭാഗത്തു നിന്നായിരുന്നു പഴയ കാലങ്ങളിൽ. അത് റസൂലിൻ്റെ കാര്യത്തിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഖദീജ ബീവി റസൂല് കല്യാണം കഴിച്ചത് ഖദീജ ബീവിയുടെ ഭാഗത്ത് നിന്നാണ് ആദ്യം അന്വേഷണം ഉണ്ടായത് റസൂലിന്. പിന്നെ റസൂലിൻ്റെ മൂത്താപ്പയൊക്കെ പോയിട്ടാണ് കല്യാണം തീരുമാനിക്കുകയും മൂത്താപ്പ അബൂ താലിബ് ആ വിവാഹത്തിന് നിക്കാഹിന് ഖുത്ബോദിയതൊക്കെ നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാലഘട്ടമായിരുന്നു. അത് തന്നെയാണ് സുന്നത്തും. ഇന്ന് നിലവിലുള്ള ആ കാലഘട്ടത്തിൽ നിലവിലുള്ള സുന്നത്ത് സമ്പ്രദായം എന്തായിരുന്നു? പെണ്ണിൻ്റെ ഭാഗത്തു നിന്ന് അന്വേഷണം. ഇപ്പോൾ നമ്മൾ നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ ചെയ്യുന്നത്. ആണിൻ്റെ കാലത്ത് നിന്ന് പെണ്ണിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പം അന്വേഷണം വന്നാൽ ചോദിക്കും, എന്താ പെൺകുട്ടിക്ക് അത് ദോഷം ഉണ്ടായിരിക്കുമോ, അതുകൊണ്ടാണ് ഇപ്പോൾ ഇയാളിങ്ങനെ അന്വേഷിച്ച് നടക്കുന്നത് എന്നാണ് പറയാം. എന്നാൽ അത് നേരെ തിരിച്ചമറിച്ച ഉണ്ടായിട്ടുള്ളത്. അത് പെണ്ണിൻ്റെ ഭാഗത്തു നിന്ന് അന്വേഷിക്കലാണ് സുന്നത്ത് എന്നുള്ളത് സാന്ദർഭികമായിട്ട് പറയാണ്. എന്തായാലും അന്നത്തെ നാട്ടാചാരം അനുസരിച്ച് സുന്നത്തും പിന്നെ അനുസരിച്ച് ശുഐബ് നബി മകൾക്ക് കല്യാണം ഓഫർ കൊടുക്കുകയാണ്. 2ൽ ഒരു പെൺകുട്ടിയെ നിനക്ക് ഞാൻ കല്യാണം കഴിച്ചു തരും. എൻ്റെ അടുത്ത് 8 വർഷം ജോലി ചെയ്യണം, എന്നാൽ ഞാൻ ഒരു കല്യാണം കഴിച്ചു തരും. 10 വർഷം ആക്കുകയാണെങ്കിൽ നിന്റെ ഇഷ്ടം എന്നും പറഞ്ഞു. വൈനത്തുമം ശാസ്ത്രവും ഫമിന്നെന്തിക്ക വമാ ഉരീദു ഞാൻ ഉദ്ദേശിക്കുന്നില്ല നശുക്ക അലയിക്ക നിനക്ക് പ്രയാസം ഉണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. 10 വർഷം ഒന്നും ഞാൻ നിർബന്ധമായിട്ടും പറഞ്ഞിട്ട് നിനക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ 10 വർഷം പറഞ്ഞിട്ട് ഞാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. തജിദുനി പിറകെ എനിക്ക് നിനക്ക് എന്നെ കാണാൻ കഴിയും. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് ചെയ്താൽ മിനസ് സ്വാലിഹീൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ആ വാഗ്ദത്തം തെറ്റിക്കാതെ കണ്ട് നിറവേറ്റുന്ന ഒരു സാലിഹായ മനുഷ്യനായിട്ട് കാണാൻ കഴിയും എന്നാണ് അദ്ദേഹം പറയുന്നത്. മിനസ് സ്വാലിഹീൻ എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞ ഈ വാക്കിന് ഒരു മാറ്റവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് സതജിദിന് ഇൻഷാ അല്ലാഹു മിനസ് സ്വാലിഹീൻ എന്ന് പറഞ്ഞ് അങ്ങനെ 27ാമത്തെ ആയത്ത് ഇങ്ങനെ ഈ ഓഫർ കൊടുത്തുകൊണ്ടാണ് ഈ ആയത്ത് അവസാനിക്കുന്നത്. 28ാമത്തെ ആയത്തിൽ അപ്പോൾ മൂസ നബി അലൈഹി സ്വലാം ഇതിനെന്തെങ്കിലും ഒരു മറുപടി പറയണ്ടേ? ആ മറുപടിയാണ് കാലദാലിക്ക ഈ പറഞ്ഞത് ബൈനി വ ബൈനിക്ക എൻ്റെയും നിൻ്റെയും കാലദാലിക്ക ബൈനി വ ബൈനിക്ക
വബൈനക ബൈനി വബൈനക അയ്യമൽ അജലൈനി ഖദൈതു ഫലാ ഉദ്വാന അലയ്യ വല്ലാഹു അലാ മാ നഖൂലു വകീൽ. കാല ദാലിക, അത് അങ്ങനെ തന്നെ ബൈനി വബൈനക, എൻ്റെയും നിങ്ങളുടെയും ഇടക്ക് ഉള്ള കാര്യം ഈ പറഞ്ഞ മാതിരി തന്നെ. ഈ പറഞ്ഞ മാതിരി എന്ന് പറഞ്ഞാൽ ഷുഐബ് നബി പറഞ്ഞ മാതിരി തന്നെ കാര്യങ്ങൾ. അപ്പം അവിടെ 2 അവധി പറഞ്ഞിട്ടുണ്ടല്ലോ. ഒന്ന് 8 കൊല്ലെന്നും ഒന്ന് 10 കൊല്ലെന്നും പറഞ്ഞിട്ടുണ്ട് ഷുഐബ് നബി. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഞാൻ കളയിത്തു, ഞാൻ നിറവേറ്റുകയാണെങ്കിൽ അയ്യമൽ അജലൈനി കളയിത്തു, 2 അവധിയിൽ ഏതെങ്കിലും ഒന്ന് ഞാൻ നിറവേറ്റിയാൽ പല ഉദ്വാന അലയ്യ, എൻ്റെ മേൽ കുറ്റമില്ലല്ലോ എന്ന് പിന്നെ മൂസ നബി അലൈഹി സ്വലാം അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. ഇല്ല, ഒരു കുറ്റമില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ മറുപടി. വല്ലാഹു അലാമ നഖൂലു വക്കീൽ, വല്ലാഹു അല്ലാഹു തആല അലാമ നഖൂലു, നമ്മൾ പറഞ്ഞത് അനുസരിച്ച് അതിൻ്റെ മേൽ വക്കീലും സാക്ഷിയാണ്. അള്ളാഹ് സാക്ഷിയാണ്. നമ്മളിപ്പോൾ പറഞ്ഞ് തീരുമാനിച്ച് എഗ്രിമെൻ്റ് ചെയ്ത കാര്യത്തിന് അള്ളാഹു സാക്ഷിയാണ് എന്നാണ്. അപ്പോൾ മൂസ നബിയും ഷുഐബ് നബിയും ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി. ആ എഗ്രിമെൻറ്റിന് അള്ളാഹുവിനെ സാക്ഷിയുമാക്കി. അപ്പോൾ 8 കൊല്ലം കഴിഞ്ഞാൽ കല്യാണം നടത്താം എന്നുള്ള ഏതെങ്കിലും ഒരു അവധി ഞാൻ പൂർത്തിയാക്കിയാൽ അപ്പോൾ വിവാഹം കഴിച്ചു തരും എന്നുള്ളതാണ് പിന്നെ ഷുഐബ് നബി പറഞ്ഞിട്ടുള്ളത്. അത് അങ്ങനെ ചെയ്താൽ ഏതെങ്കിലും ഒരു അവധി ഞാൻ പൂർത്തിയാക്കിയാൽ എൻ്റെ പേരിൽ കുറ്റമൊന്നുമില്ലല്ലോ എന്നും പറഞ്ഞു. അങ്ങനെ അവസാനിക്കുകയാണ്. അങ്ങനെ ഫലമ്മ ഖളാ മൂസൽ അജൽ, മൂസ നബി അലൈഹിസ്സലാം ഒരവധി പൂർത്തിയാക്കിയപ്പോൾ സാറ അദ്ദേഹം യാത്ര ചെയ്തു ബി അഹ്ലിഹി. അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞു കേട്ടാ. ഒരു 8 കൊല്ലം കഴിഞ്ഞു. അങ്ങനെ കല്യാണം കഴിച്ചു. ഒരു മകളെ വിവാഹം ചെയ്തു കൊടുത്തു. ആ മകളുമായിട്ട് ഭാര്യയുമായിട്ട് അദ്ദേഹം യാത്ര ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ ആനസ അദ്ദേഹം കണ്ടു മിൻ ജാനിബി തൂരി, തൂർസീന പർവ്വതത്തിൻ്റെ ഭാഗത്ത് നിന്ന് നാരൻ ഒരു അഗ്നിയെ കണ്ടു. അഗ്നി, തീ കത്തുന്ന ജ്വലിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മൂസ നബി പറഞ്ഞു, മൂസ അലൈഹി സ്വലാം പറഞ്ഞു, പ്രവാചകൻ ആവാൻ പോകുന്ന രംഗാണ് കേട്ടോ. പറഞ്ഞു ഇല്ല അഹ്ലിഹി, അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് പറഞ്ഞു, കുസു, നിങ്ങൾ ഇവിടെ നിൽക്ക്, നീ ഇവിടെ നിൽക്ക്. പിന്നെ ഇനി തീർച്ചയായും ഞാൻ ഞാൻ കാണുകയുണ്ടായിട്ടുണ്ട് നാരൻ, അഗ്നി. ഞാൻ അവിടുന്ന് അഗ്നി കാണുന്നു. ഈ അഗ്നി രാത്രി സമയത്താണ് ഇവർ യാത്ര ചെയ്യുന്നത്. ഈ രാത്രിയിൽ ഇവർക്ക് വഴി പറഞ്ഞു കൊടുക്കാൻ ആളില്ല. അപ്പോൾ ഇവർ വഴിയൊന്നും അറിയാതെ കണ്ടാണ് യാത്ര ചെയ്യുന്നത്. ആരെങ്കിലും ഒരാളെ കണ്ട് ആ വഴി നമുക്ക് തിരിച്ചു തരികയാണെങ്കിൽ നല്ലത്. അതുകൊണ്ട് ഞാൻ ആ അഗ്നി കാണുന്നിടത്തൊന്ന് പോയി വരട്ടെ എന്ന് പറഞ്ഞ് നിങ്ങളിവിടെ നിൽക്കുക എന്നും പറഞ്ഞു. ഭാര്യയോടെ പറഞ്ഞു, ഉംകുസു എന്നാ ഭാര്യയോട് പറഞ്ഞത്, നിങ്ങളിവിടെ നിൽക്കുന്ന പറഞ്ഞത്. ബഹുമാന പുരസ്സരമാണ് പറഞ്ഞത്. ഭാര്യയായാലും ആരായിരുന്നാലും ഒരു മനുഷ്യനോട് പെരുമാറുന്നതിൻ്റെ അങ്ങേയറ്റത്ത് സ്നേഹവായ്പയോടും തവാദുവോടും കൂടിയാണ് മൂസ നബി ഭാര്യയോട് സംസാരിച്ചത്. ഉംകുസു എന്നാ പറഞ്ഞത്, നിങ്ങളിവിടെ നിൽക്കുക. കണ്ടോ, കാലലി അഹ്ലിഹി, തൻ്റെ ഭാര്യയോട് മൂസ നബി പറഞ്ഞു, ഉംകുസു, നിങ്ങളിവിടെ നിൽക്കുക. നിങ്ങളെന്ന് പറഞ്ഞാൽ ഭാര്യ മാത്രമേ ഉള്ളൂ. ഇനി തീർച്ചയായും ഞാൻ അത് അങ്ങനെ നിങ്ങളെന്ന് പറയലൊന്നും നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. നീ എന്ന് പറഞ്ഞാലും മതി. പക്ഷേ വളരെ സ്നേഹത്തോടു കൂടെ ഉള്ള പറച്ചിലാണ് ഭാര്യയോട് അവിടെ സംസാരിച്ചത്. ഇനി തീർച്ചയായും ഞാൻ കണ്ടിരിക്കുന്നു നാരൻ തീ, ലാലിയ തീക്കും, ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരാം ആ തീക്കുന്ന പറഞ്ഞത്. അതും മിൻഹാദിൽ നിന്ന്, ആ തീയിൽ നിന്ന് എന്തെങ്കിലും വാർത്ത എനിക്ക് ലഭ്യമാവും. ആ ഖബർ ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നു തരും. ഔ ജദവത്തിൻ, അല്ലെങ്കിൽ അഗ്നിയിൽ നിന്ന് ഒരു കണൽ തീയെടുത്തിട്ട് ഞാൻ മിനന്നാരി, അഗ്നിയിൽ നിന്ന് തീയെടുത്ത് ഞാൻ കൊണ്ടുവരും. ലഅല്ലക്കും തസ്തലൂൻ, അങ്ങനെ ആ തീ കൊണ്ട് നമുക്ക് ഒന്ന് തീ കായാം. തണുപ്പുള്ള സമയം കാണും. അപ്പോൾ തണുപ്പുള്ള സമയത്ത് തീ ചൂടാക്കാൻ പറ്റും.
അതിനു വേണ്ടി ഞാൻ ഇത് ഏതെങ്കിലും ഒരു കാര്യം നടക്കും. അപ്പോൾ അവിടെ പോയാൽ എന്തെങ്കിലും കാര്യങ്ങൾ വല്ല വിവരം നമുക്ക് കിട്ടും. അപ്പോൾ ആ വിവരവുമായിട്ട് വന്നിട്ട് പോകേണ്ട വഴിയും മറ്റൊക്കെ അനുസരിച്ച് നമുക്ക് പോവാം, അല്ലെങ്കിൽ തീ കൊണ്ടുവരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇനി 29-ാമത്തെ ആയത്താണ് ഫലമ്മാ 30-ാമത്തെ ആയത്ത്. 29 ഇപ്പോൾ എടുത്തത്. ഈ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇപ്പോൾ തന്നെ 20 മിനിറ്റായി. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ 30-ാമത്തെ ആയത്ത് മുതൽക്ക് അടുത്ത വീഡിയോയിൽ എടുക്കാം. ഇത് 29 ആയി ഇപ്പോൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.